Hi, hello and assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നൊരു അടിപൊളി ട്രെസ്ലെച്ചസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രോബെറി ട്രെസ്ലെച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ടൈഗറിൻ്റെ സ്ട്രോബെറി എസെൻസ് ഒഴിച്ചു കൊടുക്കുക. സ്ട്രോബെറി ക്രഷ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ സ്ട്രോബെറി ട്രെസ്ലെച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഒരു സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് കേക്ക്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ട്രെസ്ലെച്ചസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഇത് നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. 3 പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പുഡിംഗ് ട്രേ എല്ലാമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുനാഫ ട്രേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ട്രേയിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്കുള്ള നമ്മുടെ സിറപ്പ് ട്രെസ്ലെച്ചസ് എന്ന് പറയുമ്പോൾ 3 പാലുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ 3 മിൽക്കാണ്. അപ്പോൾ ഇതിൽ 1 കപ്പ് നമ്മൾ സാധാ നോർമൽ മിൽക്ക് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ 3 പാലുകൾക്കാണ് ഈ ട്രെസ്ലെച്ചസ് ഈ കേക്കിന് വരാൻ കാരണം. അപ്പോൾ പാലും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഷുഗർ സിറപ്പിന് പകരം ഈ ഒരു മിക്സാണ് നമ്മളത് കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല തണുത്തതായ കാരണം ഒരു കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിനും വിപ്പിംഗ് ക്രീമിനും അത്യാവശ്യം മധുരമുള്ള കാരണം പിന്നെ നമുക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് നമ്മുടെ കേക്ക് വറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ കേക്ക് വറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഈ കേക്ക് കഴിച്ചാൽ പിന്നെ നമുക്ക് കേക്കുകളിൽ ഏറ്റവും ഇഷ്ടം ട്രെസ്ലെച്ചസ് കേക്ക് ആയിരിക്കും. കാരണം അത്രയും ജ്യൂസിയാണ്, അത്രയും ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ്. നന്നായിട്ട് അതെല്ലായിടത്തും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ പാലങ്ങോട്ട് ഫിനിഷ് ആക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെസ്ലെച്ചസിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ ട്രെസ്ലെച്ചസ് ഏകദേശം കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ ഫ്ലവേഴ്സ് ആക്കിയിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് മാത്രമാണുള്ളത്. നമ്മളിതിൽ വേറെ ഐസിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഓരോ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഡെക്കറേഷൻ മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു ട്രെസ്ലെച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഫ്ലവർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് ഫില്ലാക്കുക. അപ്പം നമ്മളെല്ലായിടത്തും നമ്മൾ ഫ്ലവേഴ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്ട്രോബെറി ക്രഷും ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ഒറ്റിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അത്രേ വേണ്ടുള്ളൂ. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ടിടാം. റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സ്ട്രോബെറി ക്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രോപ്പാക്കി ഒറ്റിച്ച് കൊടുക്കണമെന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഒരു വട്ടം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്